വിജയകുമാർ, ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഈ ഇമെയിലിന്റെ അവസാന പാരഗ്രാഫുകളിൽ ഈ യുവതി സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കേസ് കൊടുത്ത അല്ലെങ്കിൽ പരാതി പറഞ്ഞ അതിജീവിതം നേരിടുന്ന സൈബർ അതിക്രമം, ക്യാരക്ടർ അസാസിനേഷൻ, വ്യക്തിഹത്യ, അങ്ങനെ അവർ സ്ലട്ട് ഷെയ്മിംഗ് നേരിടുന്നു. ഇതെല്ലാം എത്ര ബ്രൂട്ടലായാണ് അവർ ആക്രമിക്കപ്പെടുന്നത് സൈബർ പോരാളികളാലെന്ന് ഒക്കെ സൂചിപ്പിച്ച ശേഷം അവസാനം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. Today, after hearing a public statement that no complaint have been received by the KPCC president. KPCC പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം തന്നെയാണ് ഒരുപക്ഷെ ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ യുവതിയെ നേരിട്ട് KPCC പ്രസിഡന്റിന് ഇമെയിൽ അയക്കാൻ, തൻ്റെ പരാതി, താൻ നേരിട്ട ദുരനുഭവം അറിയിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വ്യക്തമാക്കുകയാണ്. പാർട്ടിക്ക് പരാതി ഒന്നും ലഭിച്ചിട്ടില്ല എന്ന KPCC പ്രസിഡന്റിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് തൻ്റെ ഈ ഇമെയിൽ എന്ന് അല്ലെങ്കിൽ ഈ പരാതി താൻ KPCC നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് തന്നെ കൊണ്ടുവരുന്നത് എന്ന് ചൂണ്ടിപ്പറയുന്നുണ്ട്. ഒപ്പം തന്നെ പ്രിഡേറ്ററി ബിഹേവിയറാണ്, ഇരപിടിയൻ സ്വഭാവമാണ് രാഹുലിനെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ രാഷ്ട്രീയ അധികാരം കൃത്യമായി സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, യങ് വുമൺ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന അങ്ങേയറ്റം രൂക്ഷമായ വിമർശനം അല്ലെങ്കിൽ പരാമർശങ്ങളാണ് ഈ കത്തിലുള്ളത്. അതിൽ ചിലത് രാഷ്ട്രീയ നേതൃത്വത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് പല ഘട്ടങ്ങളിലും രാഹുലിനെ തള്ളിപ്പറയാൻ മടിക്കുന്ന, അല്ലെങ്കിൽ പരാതി എവിടെ, പാർട്ടിക്ക് പരാതിയില്ല എന്ന് പറയുന്ന നേതൃത്വത്തെ തന്നെ ചൂണ്ടിയാണ് ഇതിലെ പരാമർശങ്ങൾ. യെസ്, അതാണ് ഗോകുൽ, ഇതിലെ പരാമർശങ്ങൾ അങ്ങേറ്റം ഗൗരവമുള്ളതാണ്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ അവർ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഈ പരാതിയിൽ എഴുതിയിട്ടുണ്ട്. നമുക്കത് അതേ നിലയിൽ അത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അവർ ഏതൊക്കെ തരത്തിൽ ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്, അവർ ഏതൊക്കെ തരത്തിൽ ഭീഷണിക്കും ഒക്കെ വശംവദയാകേണ്ടി വന്നിട്ടുണ്ട് എന്നതിൻ്റെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ അവർ ആ പരാതിയിൽ നൽകിയിട്ടുണ്ട്. ആ നിലയിൽ ഈ അധികാരം ഉപയോഗിച്ച് ഒരു പൊതു പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രീയ അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമായ ഒരാളെന്ന നിലയിൽ തന്നെയാണ് അയാൾ പല ഘട്ടങ്ങളിലും ഇടപെട്ടിട്ടുള്ളത്, അയാളും അയാളുടെ സുഹൃത്തുക്കളും ഒക്കെ ഇടപെട്ടിട്ടുള്ളത് എന്ന് ഈ പരാതിയിൽ ആ യുവതി പറയുന്നുണ്ട്. അവരുടെ അനുഭവങ്ങളെപ്പറ്റി അവർ അത് സൂചിപ്പിക്കുന്ന ഭാഗത്ത് അത് പറയുന്നുണ്ട്. അവർക്കത് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്, ഈ അധികാരം അയാൾ അവരുടെ മേൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് എന്നതൊക്കെ പറയുന്നുണ്ട്. ആ നിലയിൽ ഇടപെട്ട ഒരു ആളിനെതിരെ നിയമപരമായ പോരാട്ടം നടത്തുന്നതിൻ്റെ പരിമിതിയെപ്പറ്റിയും അവർ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു പരാതി വരികയും അതിൽ പോലീസ് കേസെടുക്കുകയും ഈ ജനപ്രതിനിധിക്ക് ഒളിവിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നിയമ നടപടിക്ക് അല്ലെങ്കിൽ ഇത്തരം ചില നീക്കങ്ങൾക്കെങ്കിലും അവർക്ക് ധൈര്യം കിട്ടിയത് എന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കോൺഗ്രസ് നേതൃത്വത്തോട് ആവർത്തിച്ച് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ പരാതി പോലീസിന് കൈമാറിയിട്ടുണ്ടോ? ഇത് എപ്പോഴാണ് കിട്ടിയത്? അത് എപ്പോഴെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്നതാണ് അറിയാനുള്ളത്. അത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. അതിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്, അത്തരം പ്രതികരണങ്ങൾക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ ക്രൈംബ്രാഞ്ച് ഈ യുവതിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൊഴി എന്ന നിലയിൽ ഒരു മൊഴിയെടുക്കൽ ഉണ്ടായിട്ടുണ്ടോ, അതൊരു FIR പോകുന്ന സാഹചര്യമുണ്ടോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. പക്ഷേ സമാനമായ പരാതി ഉണ്ട്, മറ്റൊരു പരാതി കൂടി ഉണ്ട് എന്നത് കോടതിയിൽ ഒരു പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള പ്രധാനപ്പെട്ട ഒരു വിവരമായി ക്രൈംബ്രാഞ്ചിന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ചില വിവരങ്ങൾ ആ യുവതി നൽകിയിട്ടുണ്ട്. തന്നെയുമല്ല, തുടർന്ന് അങ്ങോട്ട് ഇത്തരം നടപടികളുമായി സഹകരിക്കുന്നതിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നവർ സൂചിപ്പിക്കുന്നില്ല. അതിനവർ തയ്യാറാണെന്ന സൂചനയാണ് ഈ പരാതിയിൽ നൽകുന്നത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഈ പരാതി നൽകിയിട്ടുണ്ട്. AICCക്ക് നേരത്തെ നമുക്കറിയാം, AICCക്ക് ഒരു പരാതി ഇവിടുത്തെ ഒരു വനിതാ നേതാവ് അയച്ചതാണ്. ഇത്തരം പരാതികളിൽ വനിതകളടങ്ങിയ ഒരു സമിതിയെ വെച്ച് ഇതിൻ്റെ ഈ മൊഴി രേഖപ്പെടുത്തി ഇരകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഒരു അന്വേഷണത്തിന് സമിതിയെ വെക്കണമെന്നൊക്കെ കോൺഗ്രസ് നേതൃത്വത്തോടും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ജനറൽ സെക്രട്ടറി, ഒരു വനിതാ നേതാവ് ആവശ്യപ്പെട്ടതാണ്. അവർക്കൊക്കെ എതിരെ വലിയ സൈബർ ആക്രമണം നടന്നത് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് അതിന് പിറ്റേ ദിവസമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ കേസുണ്ടാവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും ഈ പരാതിക്കാരിയും അത്തരം സൈബർ അതിക്രമമൊക്കെ ഭയപ്പെടുന്നുണ്ടാകും. എന്താണ് കേരളത്തിലെ സാഹചര്യം? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയുന്നവർക്ക്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പ്രതികരിക്കുന്നവർക്ക്, അത് കോൺഗ്രസിനകത്തെ മുതിർന്ന നേതാക്കൾ, രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയൊക്കെയുള്ള വളരെ മുതിർന്ന നേതാക്കൾ പോലും ആ നിലയിൽ സൈബർ ആക്രമണം നേരിട്ടത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പല വനിതാ നേതാക്കളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരമൊക്കെയുള്ള സാഹചര്യങ്ങൾ ഭയന്നിട്ടുണ്ടാകാം ഈ പരാതിക്കാരിയും എന്നതിൽ തർക്കമില്ല. അത് അവരെ സൂചിപ്പിക്കുകയും ചെയ്തു. ഗൂഗിൾ അത് ആ ഭാഗം വായിച്ചതാണ്. അപ്പോൾ ആ നിലയിൽ
സൈബർ അതിക്രമം ഒരു ഭാഗത്ത്, രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഇരകളെ കീഴടക്കുന്ന വേട്ടയാടുന്ന ഒരു ജനപ്രതിനിധി ഒരു ഭാഗത്ത്, അയാളുടെ ഒപ്പമുള്ള ക്രിമിനൽ സംഘം വേറൊരു ഭാഗത്ത്, അങ്ങനെ ആശങ്കയുടെ ഒരു കൂമ്പാരം തന്നെ ഈ പരാതിയിൽ യുവതി സൂചിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ മറികടന്ന് ഇതാ ഈ ഘട്ടത്തിൽ ഒരു പരാതിയുമായി രംഗത്ത് വരാൻ അവർക്ക് ധൈര്യം നൽകിയത് ഇവിടെ ഒരു പരാതി തുറന്നു പറയാൻ ഒരാൾ എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന്മേൽ അന്വേഷണം നടക്കുകയും ഈ പ്രതിക്ക് നാട് വിട്ട് അല്ല കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അല്ലെങ്കിൽ അയാൾ ഒളിവിൽ പോകേണ്ടി വരികയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതൊക്കെയാണ് ഇതിൽ ഈ പരാതിക്കാരിക്ക് രംഗത്ത് വരാൻ കരുത്ത് നൽകിയതെന്ന് അവർ സൂചിപ്പിക്കുന്നു. പക്ഷെ അപ്പോഴും അവർ പറയുന്നുണ്ട്, എനിക്ക് ഭയമുണ്ട്, ഇപ്പോഴും ഏതൊക്കെ തരത്തിൽ ഈ സംഘം ആക്രമിച്ചേക്കാമെന്ന ഭയം എനിക്കുണ്ട്, ആ ഭയത്തോടു കൂടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് പരിമിതമായ കാര്യങ്ങൾ മാത്രമാണ് അവരെപ്പറ്റി അവർ പറയുന്നത്. ബാക്കിയൊക്കെ അവർ അനുഭവിച്ച കൊടിയ യാതനകളുടെ പീഡനങ്ങളുടെ കഥകളാണ് പറയുന്നത്. അതാരാണ് എന്ന് ക്രൈംബ്രാഞ്ചിന് അറിയാം. ക്രൈംബ്രാഞ്ച് അവരിൽ നിന്ന് വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ അവർ അത്തരമൊരു നീക്കമുണ്ടായാൽ പോലീസുമായി സഹകരിക്കും എന്ന പരോക്ഷ സൂചനയും ഈ കത്തിൽ KPCC പ്രസിഡന്റിന് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.